ജാനുവരി 30 ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ. എന്തൊക്കെയാണെങ്കിലും നെഗറ്റീവ് പറയുന്നവരെ ഒഴിവാക്കി തന്നെ വിടണം. കാരണം ഇന്നത്തെ കാലം അതാണ്, നെഗറ്റീവാണ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നത്. അത് പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നമ്മൾ ഒരു ജെനുവിൻ പേഴ്സൺ ആണെങ്കിൽ ആ നെഗറ്റീവ് പറയുന്നവരെ ഒഴിവാക്കി തന്നെ വിടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവരോട് ചോദിക്കുന്നവരോടും പറയുന്നവരോടും ഒന്നും കേൾക്കാതിരിക്കുക, അതിന് റെസ്പോൺസ് ചെയ്യാതിരിക്കുക. സാധാരണ ഒരു ക്രിക്കറ്റൊക്കെ മാച്ച് വരുമ്പോൾ ഫോൺ തന്നെ ഒഴിവാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലൊക്കെ സിനിമാക്കാരും ചെയ്യണമെന്ന ഒരു രീതിയിലേക്ക് മാറിയേക്കുവാണ്. ഒരു മോഹൻലാൽ പടത്തിന്റെ റിലീസ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ടോക്സിക് ഫാനുകളാണ് ഒരു സംവിധായകനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പോഴിതാ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തരുൺമൂർത്തി എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് വൈകുന്നത്, എന്തുകൊണ്ടാണ് അപ്ഡേറ്റുകളൊന്നും വരാത്തത് എന്ന നിരന്തരം ചോദ്യവുമായി ചില ടോക്സിക് ഫാൻസുകാർ എന്ന് തന്നെ പറയണമോ എന്നറിയത്തില്ല. ടോക്സിക് ഫാൻസുമുണ്ട്, ടോക്സിക് ഹേറ്റേഴ്സുമുണ്ട്. അവരാണ് ഏറ്റവും വലിയ ശല്യം. അവർ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയത്തില്ല, സോഷ്യൽ മീഡിയയിൽ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും അവർക്ക് കിട്ടുന്ന ലാഭം എന്നും അറിയില്ല. എന്തോ അവർക്ക് ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വലിയ ടോക്സിക് ആണ് ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ആൾക്കാരും എന്തിനേയും ജെനുവിനായി എടുക്കണം, ഒരു ഹേറ്റേഴ്സും വേണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും പടം കണ്ട് ആസ്വദിക്കുക. നല്ലതാണെങ്കിൽ നല്ലത് പറയുക, അല്ലാത്തതാണെങ്കിൽ അല്ലാത്തതും പറയുക. എന്തിനിങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നു? എന്തായാലും തുടരുമെന്ന സിനിമയെക്കുറിച്ച് തരുൺമൂർത്തി പറഞ്ഞ വാക്കുകൾ കേൾക്കാം. റിലീസ് എന്തുകൊണ്ട് വൈകുന്നു, എന്തുകൊണ്ട് മാറ്റിവെക്കപ്പെട്ടു എന്നതിനെ കുറിച്ചൊക്കെ. നന്ദു, ജാനുവരി 30 ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഇറങ്ങുക, അത് ശ്രദ്ധിക്കപ്പെടുക, അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ കാണുന്ന ഡ്രീമാണ്. അപ്പം 30 ഇറങ്ങാത്തതിൽ ഏറ്റവും നിരാശ ഉള്ള മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളും ഞാനാണ്. 30 ഇറങ്ങാത്തതിൻ്റെ കാരണങ്ങൾ വേറൊന്നുമല്ല. ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് സിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ളൊരു, അതിപ്പോൾ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവുമെന്നറിയില്ല. OTT സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കും നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം രഞ്ജിത്തേട്ടനെ പോലത്തെ ഒരു നിർമ്മാതാവ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു കൺസേണിൽ നിൽക്കുന്ന സമയത്ത് 100% എനിക്ക് രഞ്ജിത്തേട്ടനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. ഞാനാണെങ്കിലും അല്ലെ ലാലേട്ടനാണെങ്കിലും അല്ലെ ശോഭന മാമാണെങ്കിലും ആ സിനിമയിൽ പ്രവർത്തിച്ച ഏത് മനുഷ്യനാണെങ്കിലും അതുപോലെയാണ് രഞ്ജിത്തേട്ടൻ ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് വേണ്ടി നിന്ന് തന്നിട്ടുള്ളത്. എന്തും ചെയ്യാനും അത് ത്രൂ ഔട്ട് ആ സിനിമ ഗംഭീരമാണെന്നുള്ള അതേ ഇൻറ്റൻഷനിൽ തന്നെ വർക്ക് ചെയ്തൊരു പ്രൊഡ്യൂസർ നമ്മുടെ അടുക്കയിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എൻ്റെ ഇൻഫീരിയറ്റീസോ എൻ്റെ ഫ്രസ്ട്രേഷൻസോ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാണിക്കാൻ പറ്റില്ല. അത് പരിപൂർണമായിട്ടും പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും കോളാണ്. ഓക്കെ, നമ്മൾ ജാനുവരി 30 ഇത് റിലീസ് ചെയ്യേണ്ട എന്നുള്ളത്. പിന്നെ ജാനുവരി 30 റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ആശീർവാദിൻ്റെ ഒരു അപ്ഡേഷനിൽ വന്ന, അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്ത ഒരു പോസ്റ്ററിൽ വന്ന 30 അപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നിയപ്പോൾ മുതൽ നമ്മൾ 30 എന്നുള്ള ഡേറ്റ് ആരോടും പറഞ്ഞിട്ടില്ല. നമുക്കും കൺസേൺ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ. എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും 30 ഇറക്കാനുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ടീസർ സെൻസർ ചെയ്തതും നമ്മുടെ ബാക്കി പ്രൊമോഷൻ കണ്ടന്റുകൾ ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കാര്യകാരണങ്ങളും സത്യാവസ്ഥ അറിയുകയും അതിൻ്റെ അടിയിൽ വന്ന് പിന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന് എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ ആരെങ്കിലൊക്കെ കമൻറ്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ ഒക്കെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട്. അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവണത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട് യൂസ്ഡും അല്ല, ഇനിയൊട്ട് യൂസ്ഡ് ആകാൻ താല്പര്യവുമില്ല. ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഈ വരുന്ന ആളുകളൊക്കെ വളരെ ജെന്യുവിനായിട്ടുള്ള ലാലേട്ടൻ ഫാൻസ് ആണെന്ന് തോന്നുന്നില്ല. വളരെ ജെന്യുവിനായിട്ടുള്ള ഒരുപാട് ലാലേട്ടൻ സൗഹൃദങ്ങൾ, ഫാൻസിൻ്റെ സൗഹൃദങ്ങൾ നമുക്കുണ്ട്. അവരോടൊക്കെ ഞാൻ വളരെ ജെന്യുവിനായിട്ട് തന്നെ എല്ലാം സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതെന്താണെന്നറിയില്ല, ഇതിങ്ങനൊരു ഭയങ്കര മാസീവായിട്ടുള്ള അറ്റാക്ക് പോലെ, അത് എനിക്കൊന്ന് ഫാൻ ഫൈറ്റിൻ്റെയൊക്കെ പേരിൽ ഫേക്ക് ഐഡികൾ ചെയ്യുന്നതാണ്. പക്ഷെ അത് നമ്മളുടെ ഐഡിയയിൽ വന്ന് കാണുമ്പോൾ നമുക്കും ഫാമിലി അവരൊക്കെ ഉള്ളതല്ലേ. അവരൊന്നും ചിലപ്പോൾ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സിനിമയിലേക്ക് വന്നതൊക്കെ ഭയങ്കര ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, ആരുടെയും സപ്പോർട്ടോടുകൂടി വന്നല്ല. അപ്പോൾ അതൊക്കെ ചിലപ്പം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ അല്ല എൻ്റെ വൈഫിനോ എൻ്റെ മക്കൾക്കോ ഒക്കെ അത് ഫീൽ ആകുന്ന പല വാക്കുകളും യൂസ് ചെയ്യണം കണ്ടപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത്
അത് മനുഷ്യനായതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പം ഇപ്പം നിങ്ങളൊക്കെ ഒരുപാട് ലാലേട്ടൻ ഫാൻസ്, നമ്മളൊക്കെ തമ്മിൽ എത്രയോ വട്ടം സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അല്ലെങ്കിൽ അല്ല ഇപ്പം ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെ പ്രസിഡന്റുമാർ അവർ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് വിളിക്കുന്നത് വളരെ ജെന്യുവനായിട്ടും വളരെ സുതാര്യമായിട്ടും സിനിമയെ പറ്റിയൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാനുള്ളൂ. പക്ഷേ ഈ ടോക്സിക് ഐറ്റങ്ങൾ എനിക്ക് ചുമക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. പിന്നെ സിനിമയുടെ കേസിൽ സിനിമ എപ്പോൾ ഇറങ്ങിയാലും അത് നല്ല രീതിയിൽ വരുമെന്നും അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നോ അല്ല ഇങ്ങനെ നെഞ്ചും പിരിച്ചിറങ്ങാമോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ വളരെ വളരെ സിൻസിയറായിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്തേക്കുന്നത്. എൻ്റെ കൂടെയുള്ള എല്ലാ ടെക്നീഷ്യൻസും അവരുടെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അൺഫോർച്ചുനേറ്റ്ലി നിഷാദ് എന്ന് പറഞ്ഞ എഡിറ്റർ ആണ് നമുക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ പോയത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിഷാദിൻ്റെ മരണ വാർത്ത അറിഞ്ഞ് അതിൻ്റെ വേദനയിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തീരുമാനം എടുത്ത് പുതിയ എഡിറ്ററുമായിട്ട് വർക്കും ഒക്കെ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഡിലേകളല്ല. പക്ഷേ ഇതൊക്കെ ഈ മരണവും ഒക്കെ ഇതിൻ്റെ അകത്ത് കൂട്ടിക്കുഴച്ച് പറയുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. ഇപ്പോൾ ഒരു സിനിമ പരാജയപ്പെടുത്തിയിട്ടാണ് ഞാനിതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഞാനിതൊക്കെ കേൾക്കാൻ ഞാൻ അത് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഒരു രീതിയിലും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനൊരു ബ്രൂട്ടൽ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരെല്ലാവരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ വളരെ സങ്കടപ്പെട്ട് ജെനുവിനായിട്ട് ചോദിക്കുന്ന നല്ല നല്ല ഐഡിയകൾ അതൊന്നും ഞാൻ കളഞ്ഞിട്ട്. പക്ഷേ ഈ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ നടന്ന ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് ബ്രോ സത്യാവസ്ഥ. എന്ത് വന്നാലും സിനിമ ഇറങ്ങുന്ന സമയത്ത് സിനിമ നന്നാവുമെന്നും അത് നല്ല രീതിയിൽ ലാലേട്ടന് പേരുള്ളൊരു സിനിമയാകുമെന്നും തന്നെയാണ് എൻ്റെ വിശ്വാസമാണ്. നമ്മൾ എല്ലാ സിനിമയും അതേ വിശ്വാസം തന്നെയാണ് ചെയ്യുന്നത്. ഇത് നന്നായി വരട്ടെ. എന്തായാലും താങ്ക് യു ബ്രോ. ഇങ്ങനെ ചോദിച്ചല്ലോ എൻ്റെ അടുക്കൽ എന്താണ് ബ്രോ കാരണം എന്ന്. അങ്ങനെ ചോദിച്ച ആളുകൾക്ക് വളരെ വിരളമാണ്. എന്താണ് എക്സാക്ട് റീസൺ തിരഞ്ഞെട്ടാ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഈ കാലത്ത് ഭയങ്കര വിരളമാണ്. ഞാനും ഓക്കെയാണ്, എൻ്റെ ടീമും ഓക്കെയാണ്. പക്ഷേ ഈ ഇതുവരെയുള്ള ഈ സിനിമയുടെ പ്രോസസ്സ് എല്ലാം വളരെ പോസിറ്റീവാണ്. ഈ ലാലേട്ടൻ ഞാനൊക്കെ ഏറ്റവും സന്തോഷിച്ച് തന്നെയാണ് ഈ സിനിമ വർക്ക് ചെയ്തത്. പക്ഷേ ഈ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് വെളിക്കൂട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അറിയില്ല അതിനങ്ങനെയാണോ വിളിക്കേണ്ടതെന്ന്. അത് ലാലേട്ടൻ്റെ ഫാൻസ് ആണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇത് ഇവർ പറയുന്നതും ഒക്കെ വേറെ, എനിക്ക് തോന്നുന്നു വേറെ ഫാൻ ഫൈറ്റിൻ്റെ പേരിലൊക്കെ ഉള്ള ഇതാണെന്ന് തോന്നുന്നു. ഞാൻ FFC അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ആക്റ്റീവ് അല്ല. പക്ഷേ എനിക്ക് കാണുമ്പോൾ അവിടെ നിന്നൊക്കെ വന്നൊരു വെളിക്കൂട്ടം വന്ന് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം ഒരുപക്ഷെ ഇത് സിനിമ ഇറങ്ങുമ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന അറ്റാക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തായാലും ഇതൊക്കെ നമ്മൾ ഒരു ലാലേട്ടൻ സിനിമ ചെയ്യുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യണമായിരിക്കും. ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പക്ഷേ അറിയില്ല എന്താണ് ഇങ്ങനൊരു അറ്റാക്ക് എന്ന്. എനിവേ ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു രീതിയിലും. കാരണം ഞാൻ അതിന് മാത്രം ഒരു വലിയ അപരാധം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ ഒരു ഏറ്റവും വളരെ മോശപ്പെട്ടൊരു സിനിമയാണ് എടുത്തു വെച്ചിട്ടാണ് ഞാനത് കേൾക്കണമെങ്കിൽ 100% ഞാൻ കേൾക്കാം. അല്ലാണ്ട് ഭയങ്കര നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുന്നത് ഇനി ഓക്കെ. ഞാനിപ്പം സിനിമ റിലീസായി കഴിയുമ്പോൾ സിനിമ മോശമാണെങ്കിൽ എനിക്കറിയാലോ പ്രോപ്പർ എനിക്ക് ഇൻഡസ്ട്രി സിനിമ പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് അറിയാം. അപ്പം ഞാൻ അത്രയും വലിയ റിസ്ക്കാണ് ലൈഫിൽ എടുത്തിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫാൻ ഇപ്പം ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ LJP ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ പോലും ഈ ടോക്സിക് ഐറ്റങ്ങൾ വന്ന് ഒരുപാട് മാനസികമായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തിനാണ് അതെന്ന് എനിക്കറിയില്ല. നല്ല സിനിമയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ, നല്ലതല്ലെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ നിങ്ങൾ എഴുതി കൊല്ലുക, അത്രേ പറയാനുള്ളൂ.